ഇപ്പോൾ രാജേഷിനെ അട്ടിമറിക്കും എന്ന് പറഞ്ഞ് ബഹളം വെച്ചവരാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള അടിസ്ഥാന പിന്തുണയില്ലാതെ പിന്മാറിയത്. ഇത്രയുമേ ഉള്ളൂ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ. കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ടാണ് അവർ അവിശ്വാസം രംഗത്ത് വന്നത്. എന്നാൽ നഷ്ടപ്പെടാനുള്ളത് CPM-നാണ്. ഇപ്പോൾ ഒരു അവിശ്വാസം കൊണ്ടുവന്ന് അട്ടിമറിച്ചാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ടായാൽ BJP മഹാഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം CPM-ന് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോർപ്പറേഷനിലെ മഹാഭൂരിപക്ഷം സീറ്റും BJP പിടിക്കുന്ന സാഹചര്യമാണ്. കാരണം 6 മാസം കൊണ്ട് അത്രയധികം മാറ്റങ്ങളാണ് VV രാജേഷിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് CPM അവസാന നിമിഷം കാലുമാറിയത്. വാസ്തവത്തിൽ മേയർ രാജേഷും BJP-ക്കാരും അവിശ്വാസം അവതരിപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അവിശ്വാസമുണ്ടായി ഭരണം നഷ്ടപ്പെട്ടാൽ UDF-ഉം LDF-ഉം ഒരുമിച്ച് BJP-യെ അട്ടിമറിച്ചു, ഈ നാട്ടിൽ മാറ്റം വരുന്നത് അവർ സഹിക്കുന്നില്ല എന്ന പ്രചരണം നടത്താനും തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീക്കാനും അങ്ങനെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുമാണ് അവർ ശ്രമിച്ചത്. ഈ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവിശ്വാസം അവതരിപ്പിക്കുന്നതിന് മുൻപ് ചീറ്റിപ്പോയി.